ഹലോ അസ്സാം വലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്കിത് റവ വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി കാണിക്കുന്നത്. റവ വെച്ചിട്ട് നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ്. നമ്മൾ ഉഴുന്നുവടയൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. കണ്ടോ, പുറമേ നല്ല മൊരിഞ്ഞിട്ടുള്ള വടയാണ്. അപ്പം അതുപോലെ തന്നെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നല്ല പഞ്ഞി പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉഴുന്നുവടയുടെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക, അതുപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗത്തുള്ളത്. അപ്പം നമ്മൾ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കാണിക്കുന്നത്. ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു ഗ്ലാസ് റവ വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് സവോള വേണം. അപ്പോൾ സവോള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, അതും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പച്ചമുളകും, ഇതെല്ലാം പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പച്ചമുളക് 3 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള എടുത്താൽ മതി. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയത് കുറച്ച് തേങ്ങ ചിരവിയതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവണ സമയത്ത് നമുക്കിങ്ങനെ ചെറുതായിട്ട് ചിരവി കൊടുക്കാം കേട്ടോ. കണ്ട, ഇതുപോലെ ചിരവി എടുക്കുക. ഇതിപ്പോൾ ഞാൻ ചിരവി എടുത്തിട്ടുള്ള തേങ്ങയാണ്. നമ്മൾ നീളമായിട്ട് ചിരവി എടുക്കുമല്ലോ, അങ്ങനെ ചിരവാണ്ട് ചെറുതായിട്ട് ചിരവി എടുക്കും. ആ രീതിയിൽ ചിരവി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്, ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. അപ്പോൾ തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലും നമ്മുടെ ഈ ഒരു പലഹാരം, ഈ ഒരു വട നല്ല ടേസ്റ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യൂലേ, അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ട് നമുക്കതൊരു പാനിൽ നിന്ന് മാറ്റി കൊടുത്തു. ഞാൻ ആ ഒരു പാനിൽ തന്നെ നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ റവ എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ കളർ മാറുന്ന വരെ വറുത്തെടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് നടുക്കിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കരുത്, ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് ഇളക്കിയെടുക്കാനും അതുപോലെ തന്നെ ഇത് വേവിച്ചെടുക്കാനും നല്ല ഈസി ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിലത്തെ ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് കണ്ട വെള്ളം നന്നായിട്ട് വറ്റി ഡ്രൈ ആയി പോയിട്ടൊന്നുമില്ല, ഒന്ന് വറ്റി നല്ലോണം ഒന്ന് ആയി വരുന്ന ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില ഇപ്പം ചേർക്കണ്ട, അതുപോലെ തേങ്ങ ചേർക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു റവ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഈ ഒരു സവാളയും പച്ചമുളകും നമുക്ക് ഈ റവയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റവയൊക്കെ വെന്ത് ഒരു ഡോ പോലെ കണ്ട ഇതുപോലെ നമുക്ക് ആ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ ഉരുളായിട്ട് ഇങ്ങനെ നമുക്ക് വിട്ടുപോരും. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോന്നിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ ഒരു പരുവായി വരുന്നവരെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടെ അതിലിട്ടിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം മതി. റവ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ആ കട്ടി ചൂടുണ്ടല്ലോ, ആ കട്ടി ചൂട് തണിയുന്നത് വരെ മാത്രമേ നമുക്ക് വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ആ കട്ടി ചൂടൊന്ന് തണിയട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ റവയുടെ നമ്മുടെ ആ കൈ തൊടാൻ പറ്റാത്ത ചൂട് ഒന്ന് ആറിയിട്ടുണ്ട്. എന്നാലും ഇത് നല്ല ചൂടുണ്ട്. നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തേങ്ങ വറുത്ത് വെച്ചിട്ടില്ലേ, അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒരു ഭാഗത്തായിട്ട് തന്നെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ, പത്തിരിക്ക് കുഴക്കുന്നത് പോലെ സോഫ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നമുക്ക്. അതല്ലാണ്ട് ഇങ്ങനെ വല്ലാണ്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കുമല്ലോ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. റവ ഒന്ന് ജസ്റ്റ് നമുക്ക് ഒരു മയത്തിലൊന്ന് കിട്ടിയാൽ മതി കേട്ടോ.
അപ്പോൾ അത് റവ ഒന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ 2 കൈയിലും വെള്ളമാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നല്ലതുപോലെ നമുക്ക് ഈ ഒരു റവ ഷേപ്പിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളമാക്കി കൊടുത്തിട്ട് നമുക്ക് അതിന്നൊരു ലേശം മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കുക. നല്ല നീറ്റാക്കിയിട്ട് തന്നെ നല്ലൊരു ബോളാക്കി മാറ്റാം കേട്ടോ. അതിനുശേഷം കൈക്കടിയിൽ വെച്ചിട്ട് കണ്ടത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് സൈഡൊക്കെ ഒന്ന് വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് ശരിയാക്കി കൊടുത്താൽ മതി കേട്ടോ. വേണ്ട അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കട്ടിയിൽ വേണ്ട, എന്ന് വെച്ചാൽ ഒരുപാട് തിന്നായിട്ടും വേണ്ട. തിന്നായിട്ടായിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ക്രിസ്പി ആയിട്ട് പോകും. നമുക്ക് ഈ ഒരു വട കഴിക്കുന്നത് പോലെ നമുക്ക് കിട്ടൂല, ഉള്ളിൽ ആ ഒരു സോഫ്റ്റ് പോലെ വേണമല്ലോ. അപ്പോൾ ആ രീതിക്ക് വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് കണ്ട. അപ്പോൾ ആദ്യത്തെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ വിരലൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഹോൾസ് ഇട്ട് കൊടുക്കട്ടെ, എന്നാലാണ് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടുള്ളൂ, ആ ഒരു ഹോളായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ആദ്യം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഉണ്ടാക്കാം. അപ്പം ഇഞ്ചി താല്പര്യം ഉണ്ടെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ കയ്യിൽ ഇത്തിരി വെള്ളമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ ഒന്ന് ബോൾസ് ആക്കിയതിന് ശേഷം ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അത് നല്ല വൃത്തിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ രണ്ടാമത്തതായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വെക്കാം. അപ്പം ഞാനിത് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാനിത് മുഴുവനും ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് കൊണ്ട് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുഴുവനും ഞാനിതാ വടയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടി പിടിക്കൊന്നുമില്ല, നമുക്കിത് അതുപോലെ തന്നെ വെച്ചുകൊടുക്കാം, ഒരു കുഴപ്പമില്ല, ഒട്ടി പിടിക്കൂല കേട്ടോ. നമ്മൾ കറക്റ്റ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ആ സമയം നമുക്ക് നമ്മുടെ ആ ഒരു പാനിൽ എത്രത്തോളം പാകമുണ്ട് ആ രീതിയിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എണ്ണയിൽ ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കാനും മറിക്കാനൊന്നും പോകണ്ട. നന്നായിട്ട് അത് എണ്ണയൊക്കെ നമ്മുടെ ഈ ഒരു വട നന്നായിട്ട് ആ ഒരു ഭാഗം നന്നായി ചൂടായി അതിന് ശേഷം മാത്രമേ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മറിച്ചിടാനൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടണ്ട, അതുപോലെ മീഡിയത്തിൽ ഇടണ്ട, ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇടാണ്ട് മീഡിയത്തിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ആ രീതി. പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ചിലപ്പോൾ മീഡിയത്തിൽ ഇട്ടാലും നല്ല ഫ്ലെയിം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഓവറായിട്ട് ഇത് കുറച്ച് വെക്കരുത് കേട്ടോ. കാരണം നമുക്കിതിൻ്റെ ഉൾഭാഗം അല്ലാണ്ട് കുക്കാവാനൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് വാട്ടി എടുത്തിട്ടുള്ള റവയാണ് ഇതിൻ്റെ റവയാണ് നമ്മളിത് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ തന്നെ ഒത്തിരി സമയം ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പുറമേയൊക്കെ നല്ല ഒന്ന് മുരുമുരാന്ന് കിട്ടണം, ആ രീതിക്കാണ് കേട്ടോ. അപ്പം ഞാൻ മീഡിയം അല്ല ഹൈ അല്ല എന്നുള്ള രീതിയിൽ ആ രീതിയിലാണ് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം വെച്ചിട്ടുള്ളത് കേട്ടോ. ഏറ്റവും കുറച്ച് വെക്കാണ്ട് എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാകത്തിനൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയം വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ. ഞാൻ ഈ ഒരു മൊരിയൽ ഇത്രയും മൊരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം അത് കോരി മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആ പാന് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ ഇത്തിരി എണ്ണ തട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് മറിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. അപ്പം രണ്ടാമത്തതും ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ മുഴുവനും ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ റവ വെച്ചിട്ടുള്ള നല്ല മൊരിഞ്ഞ വട, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വട അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടി മറക്കല്ല കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതും കൂടെ ഒക്കെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ റവ വെച്ചിട്ട് റെസിപ്പികൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പത്തിൻ്റെയും റവ വെച്ചിട്ട് സ്നാക്സിൻ്റെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവും, ഉറപ്പാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി റെസിപ്പികളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒത്തിരി റെസിപ്പികളുണ്ട്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക. അപ്പോൾ റവ വെച്ചിട്ട് ഈ ഒരു സോഫ്റ്റ് ആയിട്ടും അതുപോലെ പുറമെ നല്ല മുരുമുരാന്നുള്ള ഈ ഒരു വടയുടെ റെസിപ്പിയും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം ഉണ്ടോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്നൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്
എന്നിട്ട് നിങ്ങൾ ഒന്ന് പറയാ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. കണ്ടതിൻ്റെ പുറമെ ക്രിസ്പി ആയിട്ടാണ് കണ്ടത്, നല്ല മൊരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വോയിസ് ഇതിൻ്റെ മൊരിഞ്ഞ ഭാഗം എനിക്കിവിടെ ശബ്ദം കേൾപ്പിച്ച് തരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തൊന്നും വല്ലാതെ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റവ വെച്ചിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.